പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതട്ടെ. സുഖല്ലേ? ഓക്കെ. സോ വീണ്ടും നമ്മളുടെ ചാനലിന്റെ മാത്സ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള റേഷ്യോ, അംശബന്ധം എന്ന ചാപ്റ്ററിനെ പറ്റിയിട്ടാണ് നമ്മുടെ ചർച്ച. കഴിഞ്ഞ ക്ലാസ്സിൽ മാറുന്ന റേഷ്യോകളെ പറ്റിയിട്ട്, ചേഞ്ചിങ് റേഷ്യോസിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഒരളവ് മാത്രം മാറുമ്പോൾ ഉണ്ടാവുന്ന റേഷ്യോയിലുള്ള ചേഞ്ച്, വ്യതിയാനം, അംശബന്ധത്തിലുള്ള മാറ്റം. ചിലപ്പോൾ രണ്ടളവുകളും മാറുമ്പോൾ റേഷ്യോയിൽ ഉണ്ടാവുന്ന വ്യതിയാനം, മാറ്റം, അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. എന്താണ് റേഷ്യോ? അത് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു അല്ലെ? അംശബന്ധം, രണ്ട് വസ്തുക്കൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന, രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഗണിതപരമായിട്ടുള്ള ഒരു വിശകലനം അല്ലെ, അതിനെയാണ് നമ്മൾ റേഷ്യോ എന്ന് പറഞ്ഞത്. വെള്ളത്തിന്റെ കാര്യം എടുത്താൽ H2O, ഹൈഡ്രജൻ 2 വേണം, ഓക്സിജൻ 1 മതി അല്ലെ. സോ വെള്ളത്തില് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും തന്മാത്രകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അതാ റേഷ്യോയിൽ നിന്നാലേ അത് വെള്ളാവുള്ളൂ, അല്ലെങ്കിൽ വെള്ളമാവില്ല അല്ലെ. ഓക്കെ, വെള്ളം ഓർമ്മ വരുന്നുണ്ടാവും അല്ലെ, സിനിമ കണ്ട ഓർമ്മ ഉണ്ടാവും, അതല്ല അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ റേഷ്യോനെ പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. മാറുന്ന റേഷ്യോസിനെ പറ്റി, ചേഞ്ചിങ് റേഷ്യോസിനെ പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറേ ഹോംവർക്കുകൾ തന്നു, 6 ഞാൻ തന്നു അല്ലെ ഹോംവർക്കുകൾ. ചിലരൊക്കെ പറഞ്ഞു സാർ 6 ഒന്നും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ചില ആളുകൾ, ചില സുഹൃത്തുക്കൾ. ഓക്കെ, ഞാൻ പറഞ്ഞു ആവശ്യമുള്ള പറ്റുന്നത് ചെയ്യാം. അപ്പൊ പിന്നെ എന്നോട് ചിലർ വിളിച്ചു പറയാൻ തുടങ്ങി, ഇതിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, ചിലർക്ക് സംശയങ്ങൾ തോന്നുന്നുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു എന്നറിയോ? നമുക്ക് ആ 6 ചിലതെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ചില പ്രോബ്ലംസ് എങ്കിലും ഒന്ന് വിശദീകരിക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, റെഡി? സോ നമുക്ക് അതിലേക്ക് കിടക്കാം. ഞാൻ ആ 6 ചോദ്യങ്ങളിലെ പ്രോബ്ലംസിൽ ഞാൻ തുടങ്ങുന്നത് 3rd പ്രോബ്ലത്തിൽ നിന്നാണ്. ഫസ്റ്റ് പ്രോബ്ലം, സെക്കൻഡ് പ്രോബ്ലം എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മാത്രം ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവില്ല അല്ലെ? ഐ തിങ്ക് all of you have done it. Okay, so I'm going to the 3rd question. 3rd question ചിലവർക്ക് ഡൗട്ട് വെച്ചു. പക്ഷെ 3rd question എന്ന് പറയുന്നത് സോ സിമ്പിൾ. അത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് അത്ര വലിയ പ്രശ്നമുള്ളൊരു ചോദ്യം ഒന്നല്ല, പ്രോബ്ലമാറ്റിക് ഒന്നും അല്ല. അതെന്താണെന്നറിയോ? അതിന്റെ ഒരു ചിന്ത ഒന്ന് കറക്റ്റ് ആയിട്ടുള്ള വഴിയിൽ പോയാൽ മതി, അത്രേ വേണ്ടൂ. അതിന്റെ ആൾജിബ്രിക്കൽ ഒരു എക്സ്പ്ലനേഷനിലേക്കൊക്കെ കടക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. വളരെ സിമ്പിൾ ആയിട്ട് മാത്രം ആലോചിക്കുക. സോ അവിടെ പറഞ്ഞത് ഒരു റെക്റ്റാങ്കിളിന്റെ 2 സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 4:5 ആണ്. ഒരു റെക്റ്റാങ്കിൾ. സോ നമുക്ക് റെക്റ്റാങ്കിളോട് വായിക്കാം. ഒരു റെക്റ്റാങ്കിളിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 4:5 ആണ്. ഇതില് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ വശത്തിന്റെ എത്ര ഭാഗം കൂട്ടി അതിനെ സമചതുരമാക്കാം. സോ ചെറിയ സൈഡിന്റെ, അതിന്റെ സ്മാളസ്റ്റ് സൈഡിന്റെ എത്ര ഭാഗം, ഓക്കെ, അതിന്റെ എത്ര ഭാഗം കൂട്ടിയിട്ട് ആഡ് ചെയ്തിട്ട് അതിനെ ഒരു സ്ക്വയർ ആക്കി മാറ്റാം. സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, നമുക്ക് അതിന്റെ 4 സൈഡുകളും ഈക്വൽ ആണ്. അഥവാ അതിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 1:1 ആവണം. സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 1:1 ആണ്. ഇപ്പൊ നമുക്ക് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണ് അല്ലെ. നമ്മളോട് പറഞ്ഞത് ഇതിനോട് കൂടി ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. ആ സ്മാളസ്റ്റ് സൈഡിനോട് കൂടിയിട്ട് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്, കൂട്ടാനാണ് പറഞ്ഞത്. കൂട്ടിയിട്ട് ഇതിനെ ഒരു സ്ക്വയർ ആക്കി മാറ്റാനാണ് പറഞ്ഞത്. അങ്ങനെ ഇതിനോട് കൂടിയിട്ട് ഇതിൽ ചേഞ്ച് ഒന്നും വരാനും പാടില്ല. ഏത് വലിയ സൈഡില് ചേഞ്ച് ഒന്നും വരാൻ പാടില്ല, ചെറിയ സൈഡിൽ മാത്രമാണ് ചേഞ്ച് വരാൻ പാടുള്ളൂ. അതിനോട് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം, എത്ര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു സ്ക്വയർ ആക്കി മാറ്റണം. ആഡ് ചെയ്യുന്നത് ആദ്യത്തെ ഈ സൈഡിന്റെ, ആ ചെറിയ സൈഡിന്റെ എത്ര ഭാഗമാണ്, എത്ര പാർട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 4നോട് കൂടി എത്ര ആഡ് ചെയ്താൽ മാത്രമാണ് അതിന്റെ അപ്പുറത്തെ സൈഡായ 5 ആയിട്ട് മാറുക? 1 ആഡ് ചെയ്താലാണ്.
സംശയമില്ലാത്ത കാര്യം. 1 അല്ലെ? 1 ആഡ് ചെയ്താൽ മാത്രമാണ് 4നോട് കൂടി 1 ആഡ് ചെയ്യുമ്പോൾ മാത്രമാണോ 1 കൂട്ടുമ്പോൾ മാത്രമാണോ അത് 5 ആയിട്ട് മാറുള്ളൂ. അങ്ങനെ 5 ആയിട്ട് മാറുമ്പോഴാണ് അത് 5:5 അഥവാ 1:1 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് മാറാം. രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് മാറാം. നമ്മളുള്ള ചോദ്യം തന്നെ ഈ 1 എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ഈ സൈഡായ 4ന്റെ ആ സ്മാളസ്റ്റ് സൈഡായ 4ന്റെ ആ ഏറ്റവും ചെറിയ വശമായ 4ന്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 4ന്റെ എത്ര ഭാഗമാണ് 1? 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 1 കിട്ടുക അല്ലെ? 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ്. അഥവാ 4 × 1/4 ആണ് എന്ത് 1 എന്ന് പറയുന്നത്. അഥവാ 4ന്റെ 1/4 ആണ് എന്ത് 1. 4ന്റെ 1/4 ആണ് ശരിക്കും 1. അപ്പൊ 4ന്റെ എത്ര ഭാഗം 1/4 ഭാഗം. അപ്പൊ ഒന്നാമത്തെ ആൻസർ എത്ര ഉള്ളൂ എന്ന് അറിയുമോ? വളരെ സിമ്പിൾ ആണ്. 1/4 ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആദ്യമുള്ള റെക്റ്റാങ്കിള് എന്താക്കി മാറ്റാൻ പറ്റൂ? സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റൂ. രണ്ട് സൈഡും 5 ആക്കി മാറ്റാൻ പറ്റുള്ളൂ എന്നർത്ഥം. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്ര മതി. ഇങ്ങനെ ആലോചിച്ചാൽ മതി. കൂടുതലൊന്നും ആലോചിക്കേണ്ട. അതിന്റെ ആൾജിബ്രയിലേക്ക് കടക്കാൻ നിന്നാലേ ചിലരിങ്ങനെ പറഞ്ഞു ഇതിനെ 4K 5K എന്നൊക്കെ ആക്കണ്ടേ. ഓക്കെ, 4K 5K എന്നൊക്കെ ആക്കാം. എനിക്ക് വിരോധമൊന്നുമില്ല 4K 5K എന്നൊക്കെ ആക്കുന്നതിന്. വേണ്ടി ഞാൻ അങ്ങനെ എഴുതി കാണിച്ചു തരാം. അപ്പൊ ഞാനിത് 4K വേണ്ടത് 5K എന്നാക്കി മാറ്റി. അതായത് ആദ്യത്തത് 4K, രണ്ടാമത്തെ 5K. ഇനി X എന്ന് എടുക്കാം. 4X 5X എന്നൊക്കെ എടുക്കാം, കുഴപ്പമില്ല. 4K-നോട് കൂടി എന്താ ആഡ് ചെയ്താലാണ് 5K ആവുക? 4K പ്ലസ് 1K മതി അല്ലേ? അപ്പോ അതെന്തായി മാറി? 5K ആയിരുന്നു. അപ്പുറത്ത് 5K വേറെ കിടക്കുന്നുണ്ട്. റെഡി? അപ്പൊ ഈ 4K-നോട് കൂടി ഒരു K ആഡ് ചെയ്യണം. ഈ 4K-ന്റെ എത്ര ഭാഗമാണ് ഈ 1K എന്ന് പറയുന്നത്? 4K × 1/4 അല്ലേ? ഈ 4 വെട്ടിക്കളഞ്ഞിട്ട് എന്ത് കിട്ടുള്ളൂ? നമുക്ക് K എന്ന് കിട്ടുള്ളൂ. അപ്പോ നമ്മൾ ആഡ് ചെയ്യുന്നത് ആദ്യത്തെ എത്ര ഭാഗമാണ്? 1/4 ആണെന്ന് അർത്ഥം. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് അത് ആലോചിച്ചാണ്. റെഡി? തിരിച്ച് അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് പാർട്ട് അവിടെ ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാം? നെക്സ്റ്റ് പാർട്ട് നമുക്ക് വലിയ സൈഡിൽ നിന്ന് എന്ത് കുറച്ചിട്ട് നമുക്ക് ഇതിനെ ഒരു സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റും? എന്ത് സബ്സ്ട്രാക്ട് ചെയ്തിട്ട്? വലിയ സൈഡിൽ നിന്ന് എന്ത് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് ഇതിനെ വീണ്ടും ഒരു സ്ക്വയർ ആക്കിയിട്ട് മാറ്റാൻ പറ്റും? അപ്പൊ വലിയ സൈഡിൽ നിന്ന്, അതായത് ഇപ്പൊ നമുക്ക് 4:5 ആണ്. അപ്പൊ അതെന്തായി മാറണം? 4:4 ആയി മാറണം. കുറഞ്ഞിട്ട് ഇത് മാറാൻ പാടില്ല. ഇതേ കുറയാൻ പാടുള്ളൂ, 5 കുറയാൻ പാടുള്ളൂ. ഈ 5 കുറയണമെന്നുണ്ടെങ്കിൽ ഇത് 4:5 - 1 ആവണം അല്ലെ? 5 - 1 ആവണം. അപ്പൊ ഈ 1 എന്ന് പറയുന്നത്, ഈ കുറയ്ക്കുന്ന 1 എന്ന് പറയുന്നത് 5ന്റെ എത്ര ഭാഗമാണ്? 5 × 1/5 അല്ലേ നമുക്ക് 1 എന്നുള്ളത് കിട്ടും. അപ്പൊ 5ന്റെ എത്ര ഭാഗമാണ് 1 എന്ന് പറയുന്നത്? 1/5 ആണ്. അപ്പൊ ആദ്യത്തെ ആൻസർ 1/4 എന്നാണെങ്കിൽ രണ്ടാമത്തെ പാർട്ടിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 1/5 ആണെന്ന് അർത്ഥം. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട്. ഇപ്പൊ K നമുക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുത്ത് ചെയ്യാം. എന്റെ ആൾജിബ്രിക്കൽ മെത്തേഡിലേക്ക് കടക്കാം. ഈ റേഷ്യോ ഒക്കെ പഠിക്കുമ്പോ എല്ലായ്പ്പോഴും ഈ ആൾജിബ്രിക്കൽ മെത്തേഡൊക്കെ ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരും. അത് പരമാവധി ഒക്കെ ഒഴിവാക്കിയിട്ട് ഈ രീതിയിലൊരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ലോജിക്ക് ചിന്തിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ ആൻസർ പറയാൻ പറ്റും. അപ്പൊ ഇത്രയല്ലേ? 1 ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 1 4ന്റെ എത്ര ഭാഗമാണ്? 1/4 ആണ്. 1 കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് 5ന്റെ എത്ര ഭാഗമാണ്? 1/5 ആണ്. സിമ്പിൾ പരിപാടി കഴിഞ്ഞു കേട്ടോ. അത്രേ വേണ്ടു, അത്രേ ആലോചിക്കണ്ടു. റെഡി അല്ലേ? യെസ്. സോ ലീവ് ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഞാൻ വിടുകയാണ്. ഇനി ഞാൻ അടുത്തേക്ക് പോകട്ടോ, നെക്സ്റ്റിലേക്ക് പോകട്ടോ. ഞാൻ അടുത്ത എന്താ അറിയാം? 4th ക്വസ്റ്റ്യൻ. രണ്ട് അളവുകൾ തമ്മിലുള്ള റേഷ്യോ 3:5 ആണ്. അപ്പൊ രണ്ട് മെഷർമെന്റുകൾ തമ്മിലുള്ള റേഷ്യോ 3:5 ആണ്. അംശബന്ധം 3:5 ആണ്. 3:5 ആണ് രണ്ട് അളവുകൾ തമ്മിലുള്ളത്. ഓക്കെ, ഇവിടെ ചെറിയ അളവ് മാത്രം 4 മടങ്ങാക്കിയാൽ അംശബന്ധം എന്താവും? ചെറിയ അളവ് 4 ടൈംസ് ആക്കി മാറ്റുക. അപ്പൊ ഞാൻ ഈ അളവുകൾ 3K 5K എന്ന് എടുത്തു. ഞാൻ നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ ആൾജിബ്രിക്കൽ മെത്തേഡിലേക്ക് തന്നെ പോവാണ് കേട്ടോ. 3K 5K എന്ന് എടുത്തു. ഇത്രയും വേണ്ട സത്യത്തിന്. 3K 5K എന്ന് എടുത്തു. ഇതിന്റെ 4 ടൈംസ് എടുക്കുകയാണ്. അപ്പൊ 3K × 4. ഇതോ അത് 5K തന്നെ. അതിന് മാറ്റില്ല.
സോ 3k into 4 എന്ന് പറയുമ്പോൾ എത്രയും 12k എന്നാണ്. 12k യും ഇതെന്ത് തന്നെയാണ് 5k തന്നെയാണ്. അപ്പൊ ഇവ തമ്മിലുള്ള റേഷ്യോ എടുക്കുകയാണ്. k യും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 12:5. ഫിനിഷ്. സിമ്പിൾ. 12:5. അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം 12ലും 5ലും പൊതുവായിട്ടുള്ള ഫാക്ടേഴ്സ് ഇല്ല, നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ. സോ അത്രേ ഉള്ളൂ, 12:5. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ കേട്ടോ. എന്താണ്? ചെറിയ അളവ് 2 മടങ്ങാക്കി. ഇപ്പൊ ഇവിടെ ഒരു അളവ് മാത്രം മാറുമ്പോ ആ റേഷ്യോയിൽ വരുന്ന ചേഞ്ച് ആണ് നമ്മൾ കാണുന്നത്. ഞാൻ 2 അളവിലും ചേഞ്ച് വരുത്താൻ പോവാണ്. ചെറിയ അളവ് 2 മടങ്ങാക്കി, അതായത് സ്മോൾ മെഷർമെന്റിനെ 2 ടൈംസ് ആക്കി. 2 ടൈംസ്. വലിയ അളവ് പകുതിയാക്കി, വലുതിനെ പകുതിയാക്കി, അതായത് വലിയ മെഷർമെന്റിനെ പകുതിയാക്കി. എന്തായിരിക്കും റേഷ്യോ വരും? ഓക്കെ, നോക്കാം. അപ്പോ ചെറുതിനെ ഡബിൾ ആക്കി, അപ്പൊ അത് 6k ആക്കി. 3k into 2 6k. 5നെ പകുതിയാക്കി, അപ്പൊ 2.5k. 2.5k ആക്കി, അതായത് 5k എന്നുള്ളതിന് പകരം അതിന്റെ പകുതി 2.5k. ചെറുത് ഡബിള്, വലുത് പകുതി. ഈ കെയും ക്യാൻസൽ ചെയ്ത് കളയാം നമുക്ക്. 6:2.5. പക്ഷെ ഇങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. 6:2.5 എഴുതാൻ പാടില്ല. കാരണം ഡെസിമൽ ആണ്. ഡെസിമൽ ഒരിക്കലും നമ്മുടെ റേഷ്യോയിൽ എഴുതില്ല, ഡെസിമൽ ഫോം എഴുതില്ല. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റണം. എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ 2.5 ഒന്ന് ഡബിൾ ചെയ്യാം, ഇരട്ടിയാക്കാം. പക്ഷെ ഒന്ന് ഡബിൾ ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ഡബിൾ ചെയ്യണം, റേഷ്യോ മാറാതിരിക്കാൻ. 2 സൈഡിലും ഒരേ ഓപ്പറേഷൻ ചെയ്യണം, ഒരേ കാര്യം ചെയ്യണം. ഞാൻ 2 സൈഡിലും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 2 സൈഡിലും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് ഈസ് 12:5. അപ്പൊ നോക്കിയേക്കാം, 2 സെയിം ആയി. അപ്പോ ഒരു ഭാഗത്ത് 4 മടങ്ങാക്കുമ്പോ 4 ടൈംസ് ആക്കുമ്പോ 12:5 ആയി. മറ്റേ ഭാഗത്ത് അടുത്ത ക്വസ്റ്റ്യനില് ഒന്നിനെ ഡബിൾ ആക്കുകയും മറ്റതിനെ ഹാഫ് ആക്കുകയും ചെയ്താലും സെയിം ആണെന്ന് അർത്ഥം. കണ്ടോ, സെയിം ആൻസർ ആണ് കിട്ടുന്നത്. ഇവിടെ ഒരു മെഷർമെന്റ് മാത്രം 4 ടൈംസ് ആക്കി, ഇവിടെ ഒരു മെഷർമെന്റ് 2 ടൈംസ് ആക്കി, ഒരു മെഷർമെന്റ് ഹാഫ് ആക്കി. പക്ഷെ സെയിം എഫക്റ്റ് ആണ് റേഷ്യോയിൽ വരുന്നത്. കേട്ടോ, ഇതൊക്കെയാണ് രസങ്ങള്. ഇതൊക്കെ മനസ്സ് പഠിക്കുമ്പോഴുള്ള രസങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അറിയാതെ ചില രസങ്ങൾ സംഭവിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ വിചാരിച്ചില്ല ഈ കണക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയോ വരിക എന്നുള്ളത്, അല്ലേ? യെസ്, അതാണ് രസം. അതാണ് രസം. ആ രസം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ കണക്ക് ഒരു പ്രയാസവും ഇല്ല. അല്ലെങ്കിൽ ആണ് കണക്ക് ആകെ ഡ്രൈ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറാം. സോ ഡ്രൈ ആവണ്ട. യെസ്, ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ചോട്ടോ. യെസ്, റെഡി. അപ്പൊ നമുക്ക് അടുത്ത കഴിയും അല്ലേ? സോ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുന്ന പ്രതീക്ഷയിലാട്ടോ പക്ഷെ വേഗം വാങ്ങിച്ചു കളയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ടൈം ഡിലേ വരും, അതാണ്, വേറെ ഒന്നുമല്ല. സോ മാഷ് പറയുന്നതിനനുസരിച്ച് എഴുതിയെടുത്തോളണം, അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ടേ എന്നിട്ട് എഴുതിയെടുത്താൽ മതി. മാഷ അവിടെ നിർത്തിയാൽ മതി. ഓക്കെ, സ്റ്റില്ലാക്കി എന്നിട്ട് എഴുതിയിട്ടാൽ. ഓക്കെ, സോ 5th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ് ഞാൻ. 5th വൺ. 2 കുപ്പി, 2 ബോട്ടില്, 2 ബോട്ടിലുള്ള എന്തോ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇതിൽ എന്താണെന്ന് അറിയില്ല. അതിന്റെ റേഷ്യോ 3:4 ആണ്. 2 ബോട്ടിൽ തന്നിട്ടുണ്ട്, അതിലെന്തോ ലിക്വിഡ് ഉണ്ട്. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ്. ചെറിയ കുപ്പി 2 തവണയും വലിയ കുപ്പി 1 തവണയും നിറച്ചൊരു പാത്രത്തിൽ ഒഴിച്ചു. അയ്യോ. എന്നിട്ട് ചെറിയ കുപ്പി 2 തവണ നിറച്ചും വലിയ കുപ്പി പകുതി നിറച്ചും മറ്റൊരു പാത്രത്തിൽ ഒഴിച്ചു. പാത്രങ്ങളിലെ വെള്ളത്തിന്റെ അളവുകൾ തമ്മിലുള്ള അംശം, അപ്പൊ വെള്ളം, ഓക്കെ, വാട്ടർ, അളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ പാത്രത്തില് 3k വോളിയുണ്ട്, രണ്ടാമത്തെ പാത്രത്തില് 4k വോളിയുണ്ട്. കുപ്പിയിൽ എന്നിട്ട് 2 പാത്രം ഇവിടെ വയ്ക്കുക. 2 പാത്രം ഇവിടെ വയ്ക്കുക. ഇവിടെ ഒരു പാത്രം വെച്ചു, ഇവിടെ ഒരു പാത്രം വെച്ചു. ഓക്കെ, ഇനി എന്താ ചെയ്യണം നോക്ക. നല്ല പണിയും കേട്ടോ, വായിക്കണമെങ്കിൽ ശ്രദ്ധിച്ചു വായിക്കണം. ചെറിയ കുപ്പിയിലത്തെ 2 തവണ 2 ടൈംസ്, ചെറിയ കുപ്പി ഇതിന്റെ 2 ടൈംസ് 3kയുടെ 2 ടൈംസ് 6k വെള്ളം ഒഴിച്ചു ഇതിലേക്ക് കേട്ടോ. അത് അത്രയൊക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നറിയോ? വലിയ കുപ്പി 1 തവണ 1 ടൈം. ഓക്കെ, വലിയ കുപ്പി, അതായത് ലാർജ് ബോട്ടിലത്തെ വെള്ളം 1 ടൈം ഇതിലേക്ക് ഒഴിച്ചു. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 4k കൂടി ഒഴിച്ചു നടത്താം. റെഡി? എത്രയായി? അത് 6k, ഇതിന്റെ ഡബിൾ
അത് ഒരു പ്രാവശ്യം 4K. അവിടെ ഇരിക്കട്ടെ കേട്ടോ. ബോട്ടിൽ 1 അവിടെ ഇരിക്കട്ടെ. സോ ദിസ് ഈസ് ബോട്ടിൽ 1. ഇറ്റ്സ് നോട്ട് ബോട്ടിൽ അല്ലേ? ബോട്ടിലോ പാത്രമോ എന്തോ ആയിക്കോട്ടെ. ശരി, അടുത്തത് വലിയ കുപ്പി പകുതി നിറച്ചും. ഇനി പറഞ്ഞ ചെറിയ കുപ്പി 2 തവണ നിറച്ചും വലിയ കുപ്പി പകുതി നിറച്ചും മറ്റൊരു പാത്രത്തിൽ ഒഴിച്ചു. ഒന്നുകൂടി പറയട്ടോ. ചെറിയ ബോട്ടില് 2 ടൈംസ്. അപ്പൊ വീണ്ടും തന്നെ ചെറിയ ബോട്ടില് 6K, അതായത് 3K ആയിരുന്നതിന് 6K ഡബിൾ 2 ടൈംസ്. പിന്നെ എന്താ പറയുന്നത്? വലിയ കുപ്പി പകുതി നിറച്ച്. അയ്യോ, വലിയ കുപ്പി പകുതി. ഇതിപ്പോ 4K ആണ്. 4K പകുതിയെ നിറച്ചിട്ടുള്ളൂ. എത്രയാ? 2K. 2K നിറച്ചു. ഓക്കെ, ഇനി എന്താ പറയാന്നറിയോ? പാത്രങ്ങളിലെ വെള്ളത്തിന്റെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? കുഴപ്പമില്ല. ഈ 2 പാത്രത്തിലുള്ള വെള്ളത്തിന്റെ അളവുകൾ എത്ര റേഷ്യോയിലാണ്? ഇതിന്റെ ടോട്ടൽ എത്ര വരും? യെസ്, 10K. ഇതിന്റെ ടോട്ടൽ എത്ര വരിക? 8K. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് വരിക? നമുക്ക് നോക്കാം അല്ലേ? എത്ര വരിക ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്? യെസ്, 10K ഈസ് ടു 8K. ക്യാൻസൽ ചെയ്യാം, കോമൺ ആണ്. സോ 10 ഈസ് ടു 8. 10 ഈസ് ടു 8 നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. നമ്മള് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്രയാണ് വരിക? നമുക്ക് നോക്കാം അല്ലെ? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താണ് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോ ഓക്കെ റെഡി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താണ് വരിക നോക്കാം. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ഈസ് ടു 4. കണ്ടോ? 10 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 5. 8 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 4. സോ വാട്ട് ഈസ് ആൻസർ? 5 ഈസ് ടു 4. കണ്ടോ? അപ്പൊ 2 റേഷ്യോയിന് ചേഞ്ച് ചെയ്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ റേഷ്യോ. ഇത്രേ ഉള്ളൂ. ഇതിലൊന്നും വലിയ കാര്യമില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം അത്രേ ഉള്ളൂ. പക്ഷെ ഈ ക്വസ്റ്റ്യൻ വായിച്ചത് മനസ്സിലാക്കി എടുക്കണം. അവിടേക്ക് ഇത്ര, എവിടേക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. വേറെ യാതൊരു ബുദ്ധിമുട്ടും അതിലില്ല. സോ ഇടയില് വരച്ച് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. എഴുതിയില്ലേ? വായിക്കട്ടെ. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിട്ടണം അല്ലെ? ഇതിലെ ഒരു പാർട്ട് കൂടി കിട്ടും, അതുകൂടി വായിക്കാം. മുകളിലെ കണക്കിലെ കുപ്പികളുടെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം 4:7 ആയാലോ? അതുകൊണ്ട് ചെയ്യണം. കുപ്പികളുടെ അളവ് മാറ്റി 4:7 ആക്കി 3:4 എന്നുള്ളതിന് പകരം 4:7 ആക്കിയ എന്ത് വ്യത്യാസമാണ് വരിക? ഇതേ കണക്കില്. എനിക്ക് സമയമില്ല, അതുകൊണ്ടാ. ഓക്കെ, ഞാൻ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. ഒരു ചതുരത്തിന്റെ വീതിയും നീളവും 2:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. ഇതിനേക്കാൾ വീതി 1 സെന്റിമീറ്ററും നീളം 3 സെന്റിമീറ്ററും കുറവായ മറ്റൊരു ചതുരത്തിന്റെ അംശബന്ധം 3:4 ആണ്. 2 ചതുരങ്ങളുടെയും വീതിയും നീളവും കണ്ടുപിടിക്കുക. പണിയ എന്താ പറഞ്ഞ? ഫസ്റ്റ് റെക്ടാങ്കിൾ ഉണ്ട്, അതിന്റെ വീതിയും നീളവും 2:3 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ്. ഓക്കെ, ആദ്യം ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ആ റെക്ടാങ്കിളിന്റെ വീതി 2, നീളം 3, 2:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. സോ 2K 3K അല്ലെ? 2K 3K. അതിന്റെ ലെങ്ത്, ബ്രെഡ്ത്തും ലെങ്ത്തും നേരെ തിരിച്ചാൽ ബ്രെഡ്ത്തും ലെങ്ത്തും. ഇനി എന്താ പറഞ്ഞറിയാം? ഇതിനേക്കാൾ വീതി 1 സെന്റിമീറ്റർ, നീളം 3 സെന്റിമീറ്ററും കുറവായ ലെസ് ദാൻ അല്ലെ? ഓക്കെ, സോ ഇതിനേക്കാൾ ബ്രെഡ്ത്ത് 1 സെന്റിമീറ്ററും ഇതിന്റെ ലെങ്ത് 3 സെന്റിമീറ്ററും കുറവായിട്ടുള്ള. സോ ബ്രെഡ്ത്ത് 2K - 1. അടുത്തത് 3K - 3. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോ കിട്ടിയ പുതിയ റെക്ടാങ്കിളിന്റെ സൈഡുകളുടെ റേഷ്യോ 3:4. അതായത് 2K - 1 ഈസ് ടു 3K - 3 ഈസ് ഈക്വൽ ടു, ഈ റേഷ്യോ എത്രയായിട്ട് മാറി എന്നറിയോ? 3:4 ആയിട്ട് മാറി. നമുക്കിത് K കിട്ടിയാലാണ് ഇതൊക്കെ എത്ര എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, തിരിച്ചറിയാൻ പറ്റും. നമുക്കൊന്ന് നോക്കാം. നമുക്ക് K കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ആൾജിബ്രിക് ഫോം പഠിച്ചിട്ടുണ്ട് അല്ലെ? ആൾജിബ്രിക് മെത്തേഡ്. ഇതിന്റെ എൻഡ് വാല്യൂസും ഇതിന്റെ മിഡിൽ വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ സെയിം ആണ്. ഞാനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. 4 × 2K 8K
minus 4 into 1 4 is equal to 3 into 3k 9k minus 3 into 3 9. Ready? Okay. ഞാൻ ഈ 8k അപ്പുറത്തേക്ക് കൊണ്ടുപോകും മൈനസ് 9 ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ. ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാൻ പോവാണ്. ഈ 8k അപ്പുറത്തേക്ക് കൊണ്ടുവന്നു മൈനസ് 9 ഇങ്ങോട്ട് വരുമ്പോ 9 പിന്നെ ഇവിടെ ഒരു മൈനസ് 4 ഉണ്ട് ഇസ് ഈക്വൽ ടു 9k അവിടെ നിൽക്കുന്നുണ്ട് 8k അപ്പുറത്തേക്ക് കൊണ്ടുവന്നു മൈനസ് 8k. ഇതൊക്കെ നിങ്ങളുടെ സൗകര്യപ്രകാരം എങ്ങനെ വെച്ചാൽ ചെയ്തോളൂ കേട്ടോ. ഞാൻ ഇതിന്റെ എളുപ്പ വഴി പറയുകയാണ്. അതായത് 8k അപ്പുറത്തേക്ക് ഇട്ടു, ഈ മൈനസ് 9 ഫ്രണ്ടിൽ ഇട്ടു, ഒന്നാമത് കൂടി സ്ഥലം മാറ്റി, അത്രേ ഉള്ളൂ. ആ സ്ഥലം മാറ്റിയപ്പോ അതിനനുസരിച്ച് ചിഹ്നം മാറി, അത്രേ ഉള്ളൂ കാര്യം. അതായത് 8k അങ്ങോട്ട് പോയി, ഈ 9 ഇങ്ങോട്ട് വന്നു, വേറെ ഒന്നുമില്ല. സോ 9 minus 4 5 is equal to 9k minus 8k k. k യുടെ വില നമുക്ക് കിട്ടി. k യുടെ വില എത്രയാണ്? 5. k യുടെ വില 5 ആണെങ്കിൽ ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം. ആദ്യത്തേതിന്റെ സൈഡുകൾ എന്ന് പറയുന്നത് 2k, അതായത് 2 into 5 10, 3k 3 into 5 എത്രയാ? 15. ഓക്കെ, ഇനി രണ്ടാമത്തെ സൈഡുകൾ എന്ന് പറയുന്നത് അതിൽ നിന്ന് 1 കുറഞ്ഞു, സോ 9, ഇതിൽ നിന്ന് 3 കുറഞ്ഞു, സോ എത്ര കിട്ടുന്നത്? 12. ആൻസർ ഫിനിഷ്. അത്രയും സെന്റിമീറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ അളവുകൾ തന്നിട്ടുണ്ട് അല്ലെ, സെന്റിമീറ്റേഴ്സ് എന്താണ്. ഓക്കെ, റെഡിയാണല്ലോ. അപ്പൊ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവും. ഇനി അതിന് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്റെ വിചാരം. പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കണ്ടിട്ട് ചിലർ പറഞ്ഞിരുന്നു അത് മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നു. അതുകൊണ്ടാണ് മാഷ് ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇവിടെ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ ചിലവരൊക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം, ചെയ്തിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് അല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഓൾറെഡി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. സോ അല്ലെ, ഇനി ഞാൻ അടുത്തേക്ക് എടുക്കാം. നീ ഞാൻ നിർത്തിയിട്ടില്ല. സോ ഐ ആം ഗോയിങ് ടു ദ നെക്സ്റ്റ് സെഷൻ. നെക്സ്റ്റ് സെഷൻ എന്ന് പറയുമ്പോ ഇതിന്റെ ബാക്കി തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഈ പറയുമ്പോൾ ലേശം ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. രസമാണ്, നല്ല രസം. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വയ്ക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നണ്ടാവും അയ്യേ ഈ റേഷ്യോ പഠിപ്പിക്കണതിന്റെ ഇടയിൽ എന്തിനാണ് ട്രയാങ്കിൾ, ത്രികോണം വരയ്ക്കണം എന്തിനാ? കണ്ട കേട്ടോളെ, രസമുണ്ട്. ഞാന് ഇതിന്റെ ഒരു മിഡിൽ പോയിന്റ്, അതായത് ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ് കേട്ടോ, ABC എന്ന് പേര് കൊടുക്കുകയാണ്. ഈ BC യുടെ ഒരു ഏകദേശം ഒരു മിഡിൽ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യും. മിഡിൽ പോയിന്റ് കേട്ടോ. ഇതിപ്പോ ഐസോസെലസ് ട്രയാങ്കിൾ അങ്ങനെയല്ല ഞാൻ വരച്ചിട്ടുണ്ട്, വെറുതെ ട്രയാങ്കിൾ വരച്ചു കേട്ടോ. ആ മിഡിൽ പോയിന്റ് ഞാൻ വരച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഞാൻ ഇവിടെ D വരും. D. ഇപ്പൊ ഈ ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് 2 ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്യും. 2 ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്യും. ഒന്ന് ട്രയാങ്കിൾ ABD and the next one is triangle ADC. ത്രികോണം ABD, ത്രികോണം ADC. So the first triangle ABC is divided into 2 triangles ABD and ADC. Okay, and the point D is the middle point of BC. These are the conditions. Okay, and my question is, what will be the relation between the area of triangle ABD and triangle ACD? ത്രികോണം ABD യുടെയും ത്രികോണം ACD യുടെയും പരപ്പളവുകൾ തമ്മിൽ എന്തായിരിക്കും റേഷ്യോ? റേഷ്യോ പോട്ടെ, അതിനൊരു പ്രത്യേകത ഉണ്ടാവുക. വാട്ട് വിൽ ബി ദ റിലേഷൻ? ബന്ധം എന്തായിരിക്കും? അതാണ് എന്റെ ചോദ്യം. നോക്കാം എങ്ങനെയാണ്. How you can find the area of a triangle? You can find the area of a triangle using the formula of BH. And what is meant by B? Base. It is the base പാദം അവിടെ ഉണ്ട്. And the next one is height, H, ഉന്നതി, ഉയരം. So where is the height? There is no height. This is not the height. ഏടിങ്ങളുടെ ഹൈറ്റ് ആണോ? അല്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് അല്ല. ഹൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം, ലംബമായിരിക്കണം. So I am going to draw the height. ഞാൻ ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഹൈറ്റ് വരട്ടെ.
സോ ഞാൻ ഇതിനൊരു ഇ എന്ന് പേര് കൊടുത്തു. എ ബി സി ഡി ഇ. ഓക്കെ, നൗ ഐ എം ഫൈൻഡിങ് ദ ഏരിയ ഓഫ് എ ബി സി ആണ്. ഫസ്റ്റ് ഏരിയ ഓഫ് എ ബി സി is equal to half into what is the area of triangle is half BH, always half BH. So what is the base BC into what is the height AE. Okay, ready? Now area of triangle ABD, area of triangle ABD, it is half into, yes, adinte base BD into and the height is same AE. height വ്യത്യാസമില്ല, അത് AE തന്നെയാണ്. ഈ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളിന്റെ ഹൈറ്റും AE തന്നെയാണ്. അതുപോലെ തന്നെ ഈ ചെറിയ ABD എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഹൈറ്റും AE തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. സോ leave it there. Now my next question is area of next triangle ADC, and that is equal to half into DC, that is a base DC, into height, that is AE. Okay, ready? The area കണ്ടപ്പോൾ സെയിം ആയി നിൽക്കുന്ന ഒരു സാധനമാണ്. എന്താ? AE സെയിം ആണ്. എനിക്ക് ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾസ് തമ്മിലുള്ള ഏരിയയുടെ റേഷ്യോ ഒന്ന് കാണാൻ പോവാണ്. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയയുടെ റേഷ്യോ. സോ ABC is to ABD ഒന്ന് കാണാൻ പോവാണ്. And that is equal to half BC into AE is to half BD into A. Okay, yes, half അവിടെ സിമിലർ ആണ്. കട്ട് ചെയ്ത് AE കോമൺ ആണ്, കട്ട് ചെയ്ത്. നെക്സ്റ്റ് ഈസ് BC is to BD, sorry BC is to BD. What is the relation between BC and BD? ഈ BC യും BD യും തമ്മിലുള്ള ബന്ധം എന്താണ്? BD എന്ന് പറയുന്നത് BCയുടെ പകുതിയാണ്. യെസ്, അഥവാ BC എന്ന് പറയുന്നത് BD-യുടെ ഡബിൾ ആണ്, ഇരട്ടിയാണ്, 2 times ആണ്. അപ്പോ BC is to BD എന്ന് പറയുന്ന റേഷ്യോ 2:1 ആണ്. അതായത് ഇത് 10 ആണെങ്കിൽ ഇത് 5 ആണ്, ഇത് 8 ആണെങ്കിൽ ഇത് 4 ആണ്, ഇത് 6 ആണെങ്കിൽ ഇത് 3 ആണ്, ഇത് 3 ആണെങ്കിൽ ഇത് 1.5 ആണ്. 2:1. So area of big triangle ABC is to area of small triangle ABD is equal to 2:1. അഥവാ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ മിഡിൽ പോയിന്റിലേക്ക് മധ്യബിന്ദുവിലേക്ക് നമ്മൾ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അത് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്യപ്പെടും. ആ രണ്ട് ട്രയാങ്കിളിന്റെയും ഒന്നിന്റെ ഏരിയ എന്ന് പറയുന്നത് വലുതിന്റെ പകുതിയാവും. അങ്ങനെയാണെങ്കിൽ ABC ഈസ് ടു ADCയുടെയും ഏരിയ എന്ന് പറയുന്നത് എത്ര തന്നെ വരുള്ളൂ? 2:1 തന്നെ വരുള്ളൂ. കാരണം അവിടെ ഇതേപോലെ തന്നെയാണ്, സെയിം ആണ്, 2:1 തന്നെയാണ്. അഥവാ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അഥവാ വലുതിന്റെ പകുതിയാണ്. നമുക്ക് നോക്കാം. ABD ഈസ് ടു ADC ഒന്ന് നോക്കാം. രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ ഒന്ന് നോക്കാം. ഹാഫ് ഇൻറ്റു ഏതായിരുന്നു ഇവിടെ? BD ഇൻറ്റു AE ഈസ് ടു ഹാഫ് ഇൻറ്റു DC ഇൻറ്റു AE അല്ലേ? ഹാഫ് കോമൺ ആണ്, കട്ട് ചെയ്തു. AE കോമൺ ആണ്, കട്ട് ചെയ്തു. പിന്നെ BD ഈസ് ടു DC എന്നാണ്. BD യും DC സെയിം ആണ് അല്ലേ? BD is equal to എന്താണ്? DC ആണ്. എന്നതാ ഈ നീളവും സെയിം ആണ്. ഈ രണ്ട് നീളവും
നമ്മൾ എടുത്തിരിക്കുന്ന d എന്ന് പറഞ്ഞാൽ മിഡിൽ പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1:1. സെയിം ആണെന്നാണ്. ഇസ് ഇറ്റ് ഓക്കെ? സോ ഇവിടെ ലൈറ്റ് പോയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വിസിബിൾ ആവുന്നതാണ് എന്റെ വിശ്വാസം, അല്ലെ? കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സോ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. സോ നമുക്കൊരു ട്രയാങ്കിളിന്റെ ഏരിയ പകുതിയും ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു ട്രയാങ്കിളിന് തുല്യമായിട്ടുള്ള ഏരിയ വരുന്ന രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ മിഡിൽ പോയിന്റിലേക്ക് ഒരു വര വരച്ചാൽ മതി എന്നർത്ഥം. കണ്ട, ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ മിഡിൽ പോയിന്റിലേക്ക് ഒരു വര വരച്ചു കഴിഞ്ഞാൽ ആ വര ആ രണ്ട് ട്രയാങ്കിൾസിനെയും ഈക്വൽ ഏരിയയുള്ള രണ്ടെണ്ണമായിട്ട് മുറിക്കും. ഈക്വൽ ഏരിയയുള്ള രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് മുറിക്കും. റെഡിയാണോ? അല്ലെ? അഥവാ നമ്മളൊരു ട്രയാങ്കിളിന്റെ മിഡിൽ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെച്ചാല് കിട്ടുന്ന രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയ സെയിം ആണ്. അത് വലിയ ട്രയാങ്കിളിന്റെ പകുതിയാണ്. അപ്പൊ നമുക്കൊരു ട്രയാങ്കിളിന്റെ ഏരിയയുടെ പകുതി വരുന്ന ഒരു ട്രയാങ്കിൾ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പൊ ക്ലിയർ ആണല്ലോ? റെഡിയാണല്ലോ? യെസ്. അപ്പൊ ഇനി എന്റെ അടുത്തൊരു സംശയം, ഇനി ഈ ഒരു ട്രയാങ്കിളിന്റെയും പകുതി കിട്ടണം വെച്ചാൽ എന്താ ചെയ്യാ? ഒന്നും ആലോചിക്കണ്ട. ഈ ട്രയാങ്കിളിന്റെ പകുതിയുടെ മിഡിൽ പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കണ്ട അങ്ങനെ കിട്ടും, അല്ലെ? അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ഏരിയയുടെ എന്തായിട്ട് മാറി? പകുതിയായിട്ട് മാറി. റെഡിയല്ലേ? യെസ്. ഇത് വെച്ചുകൊണ്ട് മാഷ് വളരെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യത്തിലേക്ക് പോകാനുണ്ട്. സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ പകുതിയാക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും തിരിച്ച് ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ മിഡിൽ പോയിന്റിലേക്ക് മധ്യബിന്ദുവിലേക്ക് ഒരു വര വരച്ചു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ആ വര ആ ട്രയാങ്കിളിന്റെ ഏരിയക്ക് ഉണ്ടാക്കുന്ന വ്യത്യാസം എന്ത് എന്നുള്ളതും ക്ലിയർ ആയിട്ടുണ്ടാവുന്നുള്ള ധാരണയില് ആ ഒരു പോർഷൻ അവിടെ വെച്ച് നിർത്തുകയാണ്. സോ ഞാൻ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഞാനൊരു ട്രയാങ്കിളോട് വരയ്ക്കുക. ഓക്കെ, ആ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡിന്റെയും മിഡിൽ പോയിന്റുകളൊന്ന് മാർക്ക് ചെയ്യും. ഞാൻ ആ മിഡിൽ പോയിന്റുകളിലേക്കൊക്കെ ഒരു വര വരയ്ക്കുകയാണ് കേട്ടോ. ഇവിടെ പക്ഷെ സ്കെയിലൊന്നും ഉപയോഗിക്കുന്നില്ല, അല്ലാതെ വരയ്ക്കുക. പക്ഷെ സ്കെയിൽ ഇല്ലാതെ വരച്ചപ്പോ തന്നെ ഒരു പ്രത്യേകത കണ്ടോ? ഇതെല്ലാം കൂടി ഇപ്പൊ ഞാനിവിടെയൊക്കെ ഓരോ PQR എന്ന പേര് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. PQR എന്ന് പേര് കൊടുക്കുകയാണ്. ഇവിടെ ഈ പോയിന്റിന് ഞാൻ D എന്ന് പേര് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ ഈ മിഡിൽ പോയിന്റുകൾ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ മധ്യബിന്ദുക്കളെ യോജിപ്പിച്ചപ്പോൾ കിട്ടിയ മൂന്ന് വരകളും ഒരു പ്രത്യേക ബിന്ദുവിൽ കൂട്ടിമുട്ടി, ഒരു പ്രത്യേക പോയിന്റിൽ കൂട്ടിമുട്ടി, അല്ലെ? ആ പോയിന്റ് ഈ വരയിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട്. ഈ വരയിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വരയിനെ, അതായത് BQR, നമ്മുടെ കറണ്ട് വന്നിട്ടുണ്ട്, പവർ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കട്ടെ. ഓക്കെ, അതിന്റെ ഇടയിൽ ഉള്ള ആ ഒരു പോർഷൻ ക്ഷമിക്കുക, കറണ്ട് പോയതുകൊണ്ടാണ്. പക്ഷെ അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ അത് ആദ്യം എടുക്കണം വെച്ചാൽ ഒരു ബുദ്ധിമുട്ടുണ്ട്, പറയുന്നതിന്റെ ഒരു ഫ്ലോ പോകും. അതുകൊണ്ടാണ് കേട്ടോ. സോ ലിവിഷ്, സോ BQ അതിനെ D ഡിവൈഡ് ചെയ്തിട്ട് രണ്ടെണ്ണമായിട്ട്. അതേപോലെ RC അല്ലെങ്കിൽ CR അതിനെ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ AP. അപ്പൊ ഇതൊക്കെ മിഡിൽ പോയിന്റുകളാണ്. ഈ PQR ഒക്കെ അതിന്റെ കറസ്പോണ്ടിങ് സൈഡുകളുടെ മിഡിൽ പോയിന്റുകളാണ്. ആ മിഡിൽ പോയിന്റുകൾ എല്ലാം യോജിപ്പിച്ചപ്പോൾ കിട്ടിയ ലൈനുകൾ ഒരു പോയിന്റില് ഒരു പോയിന്റില് സെൻട്രലൊന്നും പറയാൻ പറ്റില്ല, അല്ലെ? ട്രയാങ്കിളിന്റെ ഒരു പോയിന്റില് കൂട്ടിമുട്ടി. ആ പോയിന്റ് ഈ മൂന്ന് വരകളെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഈ പോയിന്റിന് നമ്മൾ പറയുന്ന പേര് അതിന്റെ സെൻട്രോയിഡ് എന്നാണ്. അതായത് അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ പോയിന്റിന് നമ്മൾ പറയുന്ന പേര് സെൻട്രോയിഡ് എന്നാണ്. എന്താ പറയാ? സെൻട്രോയിഡ് എന്നാണ് പറയാ. അത് ത്രികോണത്തിന്റെ മധ്യബിന്ദു എന്നാണ് അറിയപ്പെടുന്നത്. ത്രികോണത്തിന്റെ മധ്യബിന്ദു സെൻട്രോയിഡ്.
സെൻട്രോയിഡ്. അതായത് ഈ പോയിന്റ് ഡി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ പറയുന്ന പേര് സെൻട്രോയിഡ് എന്നാണ്. ഓക്കെ, ത്രികോണത്തിന്റെ മധ്യബിന്ദു എന്നാണ് അതറിയുന്നത്. പിന്നെ ഇങ്ങനെ വരയ്ക്കുന്ന വരകൾക്കൊക്കെ മീഡിയൻ എന്നാണ് പറയുക. മീഡിയൻ. ഓക്കെ, മീഡിയൻ അതായത് ട്രയാങ്കിളിന്റെ ഓരോ സൈഡിന്റെയും മിഡിൽ പോയിന്റുകളിലേക്ക് മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന വരകൾക്ക് മീഡിയൻ എന്നാണ്. അപ്പൊ മീഡിയൻ എല്ലാം കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന പോയിന്റിനാണ് നമ്മൾ എന്ത് പേര് പറയുക? സെൻട്രോയിഡ് എന്ന് പേര് പറയുക. ഓക്കെ, ഇതിന്റെ പ്രത്യേകത, ഈ സെൻട്രോയിഡിന്റെ പ്രത്യേകത, അത് മീഡിയനെ അതായത് ഈ വരകളെ 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുക. 2:1. അതായത് ഈ നീളത്തിന്റെ പകുതിയാവുന്നത്, ഈ നീളത്തിന്റെ പകുതിയാവുന്നത്, ഈ നീളത്തിന്റെ പകുതിയാവുന്നത്. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. സോ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ്സ് ദ മീഡിയൻ ഇൻ ദ റേഷ്യോ 2:1. വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം. ശ്രദ്ധിച്ചോ, ത്രികോണത്തിന്റെ മധ്യബിന്ദു ആ മീഡിയൻസിനെ എല്ലാറ്റിനെയും 2:1 എന്ന് പറയുന്ന റേഷ്യോയില് കട്ട് ചെയ്യും. ഓക്കെ, ഈ പോയിന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ ഒരു ട്രയാങ്കിൾ ഒരു കാർഡ്ബോർഡ് കഷ്ണത്തിന് വെട്ടിയെടുക്കുക ഏതെങ്കിലും വലുപ്പത്തില്, എന്നിട്ട് വെറുതെ ഇങ്ങനെ കയ്യിലൊന്ന് അതിനെ ഒന്ന് താങ്ങി നിർത്താൻ അല്ലെങ്കിൽ ഒരു പെൻസിലില് ഒന്നിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ നിർത്താൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. എവിടെയെങ്കിലും കയ്യോ വിരലോ അല്ലെങ്കിൽ പെൻസിലോ വെച്ചാൽ അത് കൃത്യമായിട്ട് നിൽക്കില്ല, അല്ലെ? അത് വീഴും, ഉറപ്പാണ്. പക്ഷേ ഈ സെൻട്രോയിഡ് അടയാളപ്പെടുത്തിയിട്ട് ആ സെൻട്രോയിഡില് നിങ്ങൾ വിരലോ പെൻസിലോ വെച്ച് ആ ട്രയാങ്കിളിനെ ബാലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കും. അഥവാ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ എന്താണ് പറയുക? ഗുരുത്വാകർഷണ കേന്ദ്രം എന്നാണ് പറയുക. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നാണ് പറയുക. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് എല്ലാത്തിനും ഒരു ഭൂഗുരുത്വാകർഷണ കേന്ദ്രം ഉണ്ടല്ലോ, അവിടെയാണ് അത് ബാലൻസ് ചെയ്തിട്ട് നിൽക്കുക, ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുക. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിന്റെ ആ ഭൂഗുരുത്വാകർഷണ കേന്ദ്രമാണ്, സെന്റർ ഓഫ് ഗ്രാവിറ്റിയാണ് ആരെ? ഈ മീഡിയൻ എന്ന് പറയുന്ന ഈ പോയിന്റ്. അപ്പൊ ആ മീഡിയൻ എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടല്ലോ. സോ ഈ വര ഈ ട്രയാങ്കിളിനെ ഈക്വൽ ആക്കിയിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ. രണ്ട് തുല്യ പരപ്പളവുള്ളതാക്കിയിട്ട് ഏരിയ ഉള്ളതാക്കിയിട്ട് മുറിക്കുന്നുണ്ട്. ഈ വര ഇവിടെ മുറിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഈ വര ഇവിടേക്ക് മുറിക്കുന്നുണ്ട്. അത് ആദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിന് പുറമെ അതൊക്കെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിട്ടുണ്ട്. ആ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഈ വരച്ച വരകൾക്കൊക്കെ പറയുന്ന പേരാണ് മീഡിയൻ എന്നത്. ഈ പോയിന്റിന്റെ പ്രത്യേകത, മീഡിയനെ 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. നോക്കിയാൽ തന്നെ അറിയാം, ഇത് നീളം കൂടുതലും ഇത് നീളം കുറവാണ് കേട്ടോ. അല്ലാതെ ഇവിടെ 2:1 അല്ല, തിരിച്ചാണ് 2:1. അതായത് ഈ വെർട്ടിസസ് തുടങ്ങുന്നോടത്താണ് 2 വരിക, പിന്നെ ആ പോയിന്റിലേക്കാണ് 1 വരിക. അത് ശ്രദ്ധിച്ചാൽ 2:1. ആ പോയിന്റ് ഈ ട്രയാങ്കിളിന്റെ എന്താണ്? ഭൂഗുരുത്വാകർഷണ കേന്ദ്രമാണ്, സെന്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. അതിൽ നിങ്ങൾക്ക് ഒരു വിരലോ പെൻസിലോ വെച്ചിട്ട് അതിനെ കൃത്യമായി ബാലൻസ് ചെയ്തിട്ട് നിർത്താൻ പറ്റും, ആ ട്രയാങ്കിളിനെ ബാലൻസ് ചെയ്തിട്ട്. അപ്പൊ ഇന്നത്തെ പണി എന്താണ്? ഇതേപോലെ ഒരു കാർഡ്ബോർഡില് നമുക്കൊരു ട്രയാങ്കിൾ വെട്ടിയെടുത്തതിന് ശേഷം മീഡിയൻസ് വരയ്ക്കുക, മീഡിയൻസ് വരച്ചതിന് ശേഷം സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. സെൻട്രോയിഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ അതിന്റെ ഭൂഗുരുത്വാകർഷണ കേന്ദ്രമാണോ അത് എന്ന് ഒരു പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങളുടെ വിരലിൽ താങ്ങി നിർത്തിക്കൊണ്ടോ ഉറപ്പിക്കുക. വേണമെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അയച്ചു തന്നോ, എനിക്ക് കാണാലോ ചെയ്ത് കറക്റ്റ് ആണോ എന്നുള്ളത്. ശരിയാണോ? നമ്മള് പുസ്തകത്തില് വായിച്ച കാര്യം മാത്രമാണ്, ഇത് സത്യമാണോ എന്ന് അറിയണ്ടേ, വെദർ ഇറ്റ് ഈസ് ഫാക്ട് ഓർ നോട്ട് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? യു ഹാവ് ടു എക്സ്പെരിമെന്റ് ഇറ്റ്. നിങ്ങൾ അത് പരീക്ഷിച്ച് നോക്കണം. സോ ഡു ഇറ്റ് യുവർസെൽഫ് ആൻഡ് ടെൽ മീ വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്. ഓക്കെ, ഞാൻ പറയുന്നത് തെറ്റാണോ അല്ലേ എന്നുള്ളത് അറിയില്ലല്ലോ. സോ ഡു ഇറ്റ് യുവർസെൽഫ്. ഓക്കെ, സോ ഇന്ന് അല്ലെങ്കിൽ ഈ ആഴ്ചയിലേക്ക് ആ ഒരു പണി ബാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബാക്കി
അടുത്ത ക്ലാസ്സിലെ ഇനി 3 മെഷർമെന്റുകളുടെ റേഷ്യോയുമായിട്ട്, ഇതുവരെ നമ്മൾ 3 എണ്ണത്തിന്റെ പറഞ്ഞിട്ടില്ല, 2 മെഷർമെന്റുകളുടെ റേഷ്യോ മാത്രമാണ് പറയുന്നത്. വെള്ളത്തിന്റെ H2O അല്ലെ, 3 മൂലകങ്ങൾ ചേർന്നുകൊണ്ട് ഒരു ഇതായിട്ട് മാറുന്ന, ഒരു വസ്തുവായിട്ട് മാറുന്ന കാര്യം നമുക്കറിയാം. 3 മൂലകങ്ങളൊക്കെ സയൻസിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ 3 എണ്ണം ചേർന്നിട്ട് ഉണ്ടാവുന്ന വസ്തുക്കൾ ഉണ്ടോ, അതിന്റെ പേരെന്താണ്, അവിടെ 3 എണ്ണത്തിന്റെയും റേഷ്യോസ് എന്തൊക്കെയാവാം, ചെക്ക് ചെയ്ത് നോക്കിക്കോ. അങ്ങനെ 3 എണ്ണത്തിന്റെ റേഷ്യോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്ക് ടേക്ക് കെയർ ആൻഡ്